നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാർസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമ്മിലെ MDC ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കേരള കൾച്ചറൽ ആൻഡ് ലിറ്റററി പെർസ്പെക്റ്റീവ് എന്നുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബെല്ലാഡ് ഓഫ് കൊച്ചി എന്നുള്ള ചാപ്റ്ററാണ് നമുക്കതിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ സെമസ്റ്ററിലും ചെയ്ത പോലെ തന്നെ എല്ലാ ചാപ്റ്ററും വീഡിയോസ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സാം ടൈമിൽ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് റിവിഷനും അതേപോലെ തന്നെ അതിന് ഷോർട്ട് നോട്ട്സും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നാലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എ ബെല്ലാഡ് ഓഫ് കൊച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗീതം, ഒരു മ്യൂസിക്കാണ് ഇവിടെ നമ്മുടെ പാർവതി ധനഞ്ജയൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ടും ഈ ഒരു കവിതേനെ 3 ഭാഗങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാട്ടെന്ന് പറയുന്നത് കൊളോണിയൽ ടൈംസ് ആണ്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ കേട്ടോ. കൊളോണിയൽ ടൈംസ്, കോളനിവൽക്കരണ കാലഘട്ടത്തിലത്തെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, അവർ സഫർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ മെയിനായിട്ടും വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അവരുടെ കൊളോണിയൽ ടൈംസിൽ കോളനിവൽക്കരണ കാലഘട്ടത്തിലത്തെ ആ ഒരു സിറ്റുവേഷനാണ് ഫസ്റ്റ് സെക്ഷനിൽ പറയണം. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അറിയാനെ കുറിച്ചാണ്, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇവരുടെ ജീവിതത്തിൽ മാത്രം കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല, സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റ്, ഇപ്പോഴത്തെ കാലഘട്ടം എല്ലാ തരത്തിലും പുരോഗമിച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊച്ചിയുടെ സിറ്റുവേഷനാണ് പറയുന്നത്. അവിടെയും ഈ പറയുന്ന വർക്കിംഗ് ക്ലാസ് അപ്പോഴും ആ ഒരു രീതിക്ക് തന്നെ നിലനിൽക്കുകയാണ്, അവർക്ക് യാതൊരു തരത്തിലുള്ള പുരോഗമനവും വന്നിട്ടില്ല എന്നാണ് ഈ ഒരു കവിതയിൽ കൂടെ പാർവതി ധനഞ്ജയൻ പറയാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു അവർ ലിറ്റിൽ മാസ്റ്റർ എന്ന് പറയുന്നൊരു ടേം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരാണ് ആ വ്യക്തി എന്ന് ഇവിടെ കറക്റ്റായിട്ട് പറയുന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് അവിടെ ഊഹിക്കാൻ പറ്റുന്നത് എന്താണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സോഴ്സസ് ഫ്രം വിച്ച് പീപ്പിൾ ലേൺ അബൌട്ട് ദ ചേഞ്ചസ് ഹാപ്പനിങ് അറൗണ്ട് ദം. ആളുകൾ അവരുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന പലതരത്തിലുള്ള സോഴ്സുകളെയാണ് ഈ പറയുന്ന അവർ ലിറ്റിൽ മാസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കവിതയിലോട്ട് പോവാം. Come, O villagers, come to the pot, carry your sickles, axe kites, sticks and rocks. Come to the pot, our city has fallen. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക, സാധാരണക്കാരെ ആളുകൾ, വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ വിളിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങൾ, അരിവാളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യൂ, വേഗം വരൂ, പണിയെടുക്കാനായിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അവർ ലിറ്റിൽ സിറ്റി ബൈ ദ സീ ഹാസ് ബീൻ ടൈൻറ്റഡ്. അപ്പോൾ നമ്മുടെ ആ ഒരു ചെറിയ സിറ്റി, അപ്പോൾ അതുവരെ എന്തില്ല, കോളനൈസേഴ്സ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാണ്, കോളനൈസേഴ്സ് വരാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സിറ്റി എന്ത് ചെയ്യാണ്, വീണ് കഴിഞ്ഞു, വീണിരിക്കുകയാണ്. അതേപോലെ തന്നെ അത് എന്ത് ചെയ്തിരിക്കുകയാണ്, പൊല്യൂട്ടഡ് ആയിരിക്കുകയാണ്. ടൈൻറ്റഡ് എന്നുണ്ടെങ്കിൽ പൊല്യൂട്ടഡ് ആയിരിക്കുകയാണ്. ഡു യു റിമെമ്പർ അവർ ലോസ്റ്റ് ഗ്ലോറി? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ നഷ്ടപ്പെട്ട ഒരു മഹത്വം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബ്ലഡ്, അവർ ടോയിൽ ആൻഡ് സ്വെറ്റ്, നമ്മുടെ രക്തവും നമ്മുടെ അധ്വാനവും നമ്മുടെ വിയർപ്പൊക്കെ വീണിട്ടുള്ള ആ ഒരു മഹത്വവും നമ്മുടെ ആ ഒരു ഗ്ലോറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? The fields we worked in day after day and night after night, the crops we so carefully tended while our children slept hungry. നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക, രാത്രിയും പകലും ഇല്ലാതെ അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ടുള്ള വിളകളും കാര്യങ്ങളാണ്. നമ്മുടെ മക്കൾ വിശന്ന് കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള വിളകൾ കറക്റ്റായിട്ട് കൃഷി ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അധ്വാനിക്കുകയായിരുന്നു. ലോഡ് ദ ഷിപ്സ്, ലോഡ് ദം ഓൾ, ദേ സെഡ്. സോ വി ഡിഡ് വൺ ആഫ്റ്റർ അനദർ, ക്രോപ്സ് ആൻഡ് ക്രോപ്സ്. അപ്പോൾ നമ്മൾ ഈ കോളനൈസേഴ്സ് വന്നു, അവരെന്താണ് ഓർഡർ ചെയ്യുന്നത്, ഷിപ്പിൽ ലോഡ് ചെയ്യുക, ഷിപ്പിൽ സാധനങ്ങൾ കയറ്റുക, സാധനങ്ങളൊക്കെ വേഗം കയറ്റുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ചരക്കുകൾ അങ്ങോട്ട് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആജ്ഞ കേട്ടിട്ട് ഇവർക്ക് വേറെ നിവർത്തിയില്ല. അവരെന്താ ചെയ്യുന്നത്, അവർ ഓരോരോ വിളകളായിട്ട് ഇങ്ങനെ അവർക്ക് കയറ്റുമതി ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. There goes our pepper, our cardamoms and our cinnamons, the lands far off people who knew not of us but of our enemies. അപ്പോൾ ഇതാ പോകുന്നു, എന്തൊക്കെയാണ് പോകുന്നത്, നമ്മുടെ കുരുമുളക് പോകുന്നു, നമ്മുടെ ഏലക്ക പോകുന്നു, നമ്മുടെ കറുവപ്പട്ട പോകുന്നു, അങ്ങനെ സുഗന്ധദ്രവ്യങ്ങളെല്ലാം എന്താ അവർ കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഈ പണിയെടുത്ത നമ്മൾ അറിയ പോലും ഇല്ല. അവർക്ക് ആകെ ആരെ അറിയുള്ളൂ, നമ്മുടെ ജന്മിമാരെ മാത്രമേ അറിയുള്ളൂ. We imagine the Greeks, the Romans and the Arabs of lands beyond our sea, grinding, sprinkling pepper, their dishes, the fishes and meat smells of us, the sweat and tears of the black-haired, dark-skinned who worked the fields. അപ്പോൾ അത് അവരിങ്ങനെ ഈ വർക്ക് ചെയ്ത് നിൽക്കുന്ന തൊഴിലാളികൾ എന്ത് ചെയ്യുക, അവരിങ്ങനെ ഇമാജിൻ ചെയ്യാണ്, ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, കുരുമുളകും സാധനങ്ങളൊക്കെ അവരവിടെ ഫുഡിലിടുന്നതും പൊടിക്കുന്നതും, അവരുടെ ഫുഡ് ഐറ്റംസിൽ ഫിഷും മീറ്റും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊക്കെ ഇങ്ങനെ വെതറുന്നതും. അപ്പോൾ ആ ഒരു സ്മെല്ലിൽ എന്തുകൂടി ഉണ്ടാകുന്ന അവർ പറയുന്നത്, ഇവിടുന്ന് കൊണ്ടുപോയ സാധനത്തിൻ്റെ സുഗന്ധം മാത്രമായിരിക്കില്ല, അതിൽ ഞങ്ങളുടെ രക്തത്തിൻ്റെയും വേർപ്പിൻ്റെയും ഒക്കെ സ്മെല്ല് അതിലുണ്ടാവില്ലേ എന്ന് ഇവരെങ്ങനെ ഇമാജിൻ ചെയ്യാണ്. ചിന്ന ഹേർഡ്, ചെല്ലാസെ, കറുത്ത ഹേർഡ് ഫ്രം അവർ ലിറ്റിൽ മാസ്റ്റർ, മെൻ ഓഫ് ലാൻഡ്സ് വേർ അവർ സ്പൈസസ് റെസ്റ്റ്, റൈറ്റ് സ്റ്റോറീസ്.
അപ്പോൾ നമ്മുടെ ലിറ്റിൽ മാസ്റ്ററിൽ നിന്നും ആ വ്യക്തിയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ട്. മെൻ ഓഫ് ലാൻഡ്സ് വേർ സ്പൈസസ് റെസ്റ്റ്, നമ്മുടെ സ്പൈസുകളൊക്കെ ഇപ്പോൾ എത്തിയിരിക്കുന്ന ലാൻഡുകളെക്കുറിച്ച് അവരെഴുതുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വി ഷോൾ ബി റിമെമ്പേർഡ് ഇൻ ഹിസ്റ്ററി, നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഹിസ്റ്ററിയിൽ റിമെമ്പർ, ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടവർ തന്നെയാണ്. എക്സോട്ടിക് ലാൻഡ് ആൻഡ് എക്സോട്ടിക് പീപ്പിൾ, ഹിസ്റ്ററി ഈസ് ഫോർ ദ റിച്ച്, ദ പുവർ, വി ലിവ് ഇൻ ദ പ്രസന്റ്. പക്ഷേ ഹിസ്റ്ററി, ചരിത്രം എന്ന് പറയുന്നത് പണമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. നമ്മൾ പാവപ്പെട്ടവർ അതിലൊരിക്കലും ഉണ്ടാവില്ല. നമ്മൾ എന്ത് മാത്രമേ ഉള്ളൂ, ഈ പ്രസന്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. Carrying gold and silver coins, one day the ships returned, flocked like a litter of puppies waiting for their mother's milk. We waited. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യാണ്, ഒരു ഷിപ്പ് വരികയാണ്, നിറയെ ഗോൾഡും സിൽവറൊക്കെ അതിനകത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഈ ആളുകൾ എന്ത് ചെയ്യാണ്, വർക്കിംഗ് പീപ്പിൾ എന്ത് ചെയ്യാണ്, അങ്ങനെ എന്താ പറയുക, അമ്മയുടെ പാല് കിട്ടാൻ വേണ്ടി പട്ടിക്കുട്ടികൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് പോലെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നെയ്തർ ഗോൾഡ് നോർ സിൽവർ ദിസ് ടൈം, പക്ഷേ അവർക്ക് കൊടുക്കാനായിട്ട് ഗോൾഡോ സിൽവറോ ഒന്നും ആ ഷിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. നോട്ട് ഈവൻ ബ്രോൺസ് ഓർ കോപ്പർ, ഗോൾഡും സിൽവറും പോട്ടെ, ബ്രോൺസും കോപ്പറും പോലും അതിലുണ്ടായിരുന്നില്ല. മോർ ഓഫ് അവർ ക്രോപ്സ് ദേ ആസ്ക്ഡ് ഫോർ, നെക്സ്റ്റ് ടൈം ദേ പ്രോമിസ്ഡ്. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ തവണ കൊണ്ടുപോയതിനേക്കാൾ കൂടുതൽ വിളകളാണ് അവർ ഇവിടുന്ന് കടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരടുത്ത് എന്താ പറഞ്ഞാൽ, നെക്സ്റ്റ് ടൈം അടുത്ത തവണ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരാമെന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് അവർ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ships came the next day, 3 the day after, 5 in weeks time. ആദ്യം 2 വന്നു, പിന്നെ 3 വന്നു, പിന്നെ 5 വന്നു. അങ്ങനെ വരുന്ന ഷിപ്പുകളുടെയും കടത്തുന്ന വസ്തുക്കളുടെയും അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. Like the crisp blue sky after the rain, the southwest wind brings men of shirts and pants as white as the milk our Jenny drinks they came. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും വീണ്ടും അവിടെ നിന്ന് ആളുകൾ, നമ്മുടെ എന്താ പറയുക, നല്ല വെളുപ്പ് നിറത്തിലുള്ള ആളുകൾ അവിടെ നിന്ന് വരിക എന്നാ പറയുക. നമുക്ക് എന്താ പറയുക, വെള്ളക്കാരെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഇംഗ്ലീഷുകാർ. അപ്പോൾ അത്തരത്തിലുള്ള കോളനൈസേഴ്സ് വരുന്നത് അവരുടെ നിറം എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്ന, ജന്മി കുടിക്കുന്ന പാല് പോലത്തെ വെളുത്ത നിറത്തിലുള്ള ആളുകളാണ്. അവിടെ നിന്ന് ഷർട്ടും പാൻറ്റൊക്കെ ധരിച്ചവരാണ് വരുന്നത്. ലോങ് പോയിന്റ് സ്റ്റിക്സ് സ്ലങ് ഓൺ ദെയർ ബാക്സ്, അവരുടെ പുറകിലായിട്ട് നീളത്തിലുള്ള വടി പോലത്തെ സാധനങ്ങൾ എന്തൊക്കെയോ തൂങ്ങി കിടക്കുന്നുണ്ട്. യങ്ങായിട്ടുള്ളതും ഓൾഡായിട്ടുള്ളതും കഷണ്ടി ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഗൺസ് ദേ വർ കോൾഡ് ദോസ് ലോങ് പോയിന്റ് സ്റ്റിക്സ് അൺലോഡിങ് ആൻഡ് ബോക്സസ്. ദേ ലുക്ക് നോട്ട് അറ്റ് അസ്, അവർ ക്യൂരിയസ് ഐസ് വർ ഇൻവിസിബിൾ ടു ദം. ആ പുറകിൽ തൂങ്ങി കിടക്കുന്നത് വെറും ഒരു വടിയല്ല, അതെന്താണ് ശരിക്കും പറഞ്ഞാൽ തോക്കാണ് എന്ന് പിന്നീടാണ് ഈ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് മനസ്സിലാവുന്നത്. അവരൊരിക്കലും ഇവരേനെ നോക്കിയിട്ടില്ല, ഈ പാവപ്പെട്ട മനുഷ്യരെ നോക്കിയിട്ടില്ല. അവരുടെ കണ്ണുകളിൽ ആ ഒരു ക്യൂരിയോസിറ്റി അവരാരും കണ്ടിട്ടുമില്ല. The sound of loud trumpets and soldiers, the Raja had arrived, glistening with pride. Blessed be his land by the sight of the mighty white traders. അപ്പോൾ എന്ത് ചെയ്യാണ്, ആ സമയത്ത് കാഹളം മുഴങ്ങാണ്, സോൾജിയേഴ്സൊക്കെ വരുന്നുണ്ട്. കാരണം എന്താ, അവിടുത്തെ ഭരിക്കുന്ന നമ്മുടെ ഭരണാധികാരി രാജാവ് വരുന്നുണ്ട്. അപ്പോൾ ഈ രാജാവിൻ്റെ സന്തോഷം എന്താണാവും, ഇത്രയും വലിയ വൈറ്റ് ട്രേഡേഴ്സിൻ്റെ കണ്ണ് നമ്മുടെ ദൃഷ്ടി നമ്മുടെ നാട്ടിൽ പതിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് എന്തോ വലിയ മഹാകാര്യം പോലെയാണ് ഈ പറയുന്ന കോളനൈസേഴ്സിൻ്റെ വരവിനെ അവർ കാണുന്നത്, നമ്മുടെ ഭരണാധികാരികൾ കാണുന്നത്. Years passed, more of them came, more of their ships left, but not our silver and gold. The young Parangis walked our streets, ate our fruits, raped our girls, and yet fathered none of their children. വർഷങ്ങൾ കടന്നു പോവുകയാണ്, അവരുടെ ഷിപ്പുകൾ വന്നിട്ടും പോയിട്ടും ഇരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് സിൽവറോ ഗോൾഡോ യാതൊരു തരത്തിലുള്ള നേട്ടങ്ങളോ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ അവിടെ പറങ്കീസ് ആരാണ്, പോർച്ചുഗീസുകാരാണ്. അവരവിടെ വരുന്നുണ്ട്. അവർ വരുന്നു, ഇവരുടെ നാട്ടിലത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, അവിടുത്തെ പെൺകുട്ടികളെ തന്നെ റേപ്പ് ചെയ്യുന്നു. പക്ഷേ അവർക്ക് ജനിക്കുന്ന കുട്ടികളെ ആരും ഇവർ അച്ഛനായിട്ട് അല്ലെങ്കിൽ അവരാരും മക്കളായിട്ട് അംഗീകരിച്ചിട്ടുമില്ല, അവരൊന്നും നോക്കൂല. ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് എ പെപ്പർ ആൻഡ് കയവൻ ആൻഡ് ഓൾ ദീസ് ഇയേഴ്സ് നോ സിൽവർ നോ ഗോൾഡ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള സാധനങ്ങൾ ലോഡ് കണക്കിന് പോയിക്കൊണ്ടേയിരിക്കുന്നത്, പക്ഷെ അതിന് തിരിച്ച് നമുക്കൊന്നും കിട്ടുന്നുമില്ല. ദ പറങ്കീസ് ലെഫ്റ്റ്, അങ്ങനെ പോർച്ചുഗീസുകാർ പോവുകയാണ്, അവർ കോളനി ഉപേക്ഷിച്ച് പോവുകയാണ്. ന്യൂസ് കെയിം ഫ്രം കാലിക്കറ്റ്, ദേ ഹാഡ് ലോസ്റ്റ് എ വാർ. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് പോകുന്നത് പോർച്ചുഗീസുകാരാണ്. ദെൻ കെയിം ദ ഡച്ച്, പിന്നീട് വരുന്നതാണ് ഡച്ചുകാർ. ദേ ടു പാക്ഡ് ദെയർ ബാഗ്സ് ഇൻ നോ ടൈം, വൺ ഡേ ആ വില്ലേജ് വോക്ക്. പക്ഷേ ഡച്ചുകാർ അത്രയും വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ നാട്ടിൽ നിന്നിട്ടുള്ളൂ, അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയവരാണ്. അപ്പോൾ ഒരു ദിവസം ഉറങ്ങി എണീക്കുന്ന സമയം കൊണ്ട് ഡച്ചുകാർ തിരിച്ചു പോയിട്ടുണ്ട്. മെൻ ക്ലോത്ത് റെഡ് ആൻഡ് വൈറ്റ്. ഇനിയാണ് ആര് വരുന്നത്, റെഡ് ആൻഡ് വൈറ്റ് ഡ്രസ്സുകളുടെ ആളുകൾ വരുന്ന ആരാണ്, ബ്രിട്ടീഷുകാരാണ് അല്ലേ. ദേ ടോക്ക്ഡ് ഓഫ് ദെയർ കിങ്സ് ആൻഡ് ക്വീൻസ് ഇൻ ലണ്ടൻ. ലണ്ടനിലെ രാജാവിനെ രാജ്ഞിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. വി ഹാവ് നെയ്തർ കിങ്സ് നോ ക്വീൻസ് നൗ, ജസ്റ്റ് ജെന്മീസ് ഹൂ ലിക്ക് ദെയർ ബൂട്ട്സ്. അപ്പോൾ നമ്മുടെ ആളുകളെ വിചാരിക്കണം, നമുക്ക് എന്തായാലും അവരെ പോലെ രാജാവും റാണിയൊന്നുമില്ല, ആകാരും മാത്രമുള്ള ജന്മികൾ മാത്രമുള്ള. അവരെന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഈ വന്ന ആളുകളുടെ കാല് നക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഷൂ നക്കിക്കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളാണ്. ഇറ്റ് ഡിഡ്ന്റ് മാറ്റർ വാട്ട് ദ കളർ ഓഫ് ദെയർ യൂണിഫോംസ് വർ, ദേ ഓൾ ലുക്ക്ഡ് ദ സെയിം. കളറ് പോർച്ചുഗീസുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഡച്ചുകാരുടെ ഒക്കെ പല പല കളറിലുള്ള ഡ്രസ്സുകളായിരിക്കും, യൂണിഫോമിലായിരിക്കും വരുന്നത്. പക്ഷേ എല്ലാവരും കാണാൻ ഒരുപോലെയായിരുന്നു, വൈറ്റ് ആൻഡ് ഇൻഡിഫറൻറ്റ്, വൈറ്റ് കളറിൽ ഇൻഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു. ദേ ഡിഡ് നോട്ട് സീ അസ് ബട്ട് വി ഡിഡ്. അവർ നമ്മളെ കണ്ടില്ല, കാരണം അവർക്ക് നമ്മളെ കണ്ണിൽ പിടിക്കില്ലല്ലോ. ദ സെയിം വൈറ്റ്
but we did. Chella heard, Chinna say, Karutta heard from our little master. Different they were, the Portuguese, the Dutch and the British. No paddy, more spice, pepper, cardamoms, cinnamon and coir. They told us over and over again. So we did. അപ്പോൾ വീണ്ടും നമ്മുടെ ലിറ്റിൽ മാസ്റ്റർ പറയുന്നുണ്ട് ഇവരെല്ലാവരും വ്യത്യസ്തരാണ്. പോർച്ചുഗീസും ഡച്ചും ബ്രിട്ടീഷും ഒക്കെ കണ്ടവരുപോലെ തോന്നുമെങ്കിലും ഒക്കെ വ്യത്യസ്തരാണ്. അവർക്ക് എന്താവശ്യമില്ല, പാഡിയൊന്നും ആവശ്യമില്ല, അവർക്ക് കൂടുതൽ സ്പൈസുകളാണ് വേണ്ടത്, സുഗന്ധദ്രവ്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതിന് അവരിങ്ങനെ ഓർഡർ കൊടുക്കണം, അതൊക്കെ വേഗം ഇറക്കിക്കോളൂ, വേഗം ഞങ്ങളുടെ ഷിപ്പിൽ കയറ്റിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ അത് ചെയ്യണം. More spices. Lands of our fathers were taken from us to feed armies and build empires. നമ്മുടെ പിതാക്കന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള അവരുടെ ഭൂമിയിലെ സാധനങ്ങൾ എന്ത് ചെയ്യാണ്, വേറെ ഏതോ നാട്ടിലുള്ള ആർമികളെ തീറ്റിപ്പോറ്റാനും അവരുടെ എന്താ പറയുക എംപയേഴ്സ് ബിൽഡ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ദ ഡാർക്ക് സ്കിൻസ് വർ ലെഫ്റ്റ് കോൾഡ് ഇൻ ടു കോമ വിത്തൗട്ട് ഓൺലി അവർ ലേബർ. വി വോണ്ട് ലിബറേഷൻ, വി ഡിമാൻഡ് ഫ്രീഡം, ക്രൈഡ് ദ യങ് ആൻഡ് ദ ഓൾഡ്. അപ്പോഴേക്കും എന്താണ്, എല്ലാവരും ആ ഒരു ഇല്ലായ്മയിൽ ആകെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും വി വോണ്ട് ലിബറേഷൻ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് ഉറക്കെ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ടെയിൽസ് ഓഫ് മെനി ഭഗത് സിംഗ്സ്, നെഹ്റൂസ് ആൻഡ് ഗാന്ധിസ് ഇൻ കോൾഡ് പ്രിസൺസ്. സ്വാതന്ത്ര്യ കാലഘട്ടത്തിനെ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചൊക്കെ പറയട്ടെ. ഗാന്ധികൾ അതേപോലെ തന്നെ നെഹ്റുമാരും ഭഗത് സിംഗുമാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വാതന്ത്ര്യ സമരം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയിട്ട് ജയിലിൽ പോയി കിടക്കുന്നുണ്ടായിരുന്നു. For freedom, for Swaraj floated through our little Cochin. We still worked the same fields day in and day out. അങ്ങനെ നമുക്ക് എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിലും ഇവരപ്പോഴും ഇവിടെ തന്നെയാണ്, അവർ ആ ഒരു ഫീൽഡിൽ തന്നെയാണ്. വാട്ട് ഗുഡ് ഇസ് ഫ്രീഡം ടു us without our lands? നമുക്ക് ഭൂമിയില്ലാതെ നമുക്ക് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? വാട്ട് വിൽ we do with an independent country if no roof protects wrath of the monsoon and the anger of the sun, our tiny huts? ഇത് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അറിയാണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ എന്ത് ഇൻഡിപെൻഡൻസ് ആണുള്ളത്? നമുക്ക് വെയിലും മഴയും കൊള്ളാതെ കിടക്കാൻ ഒരു കൂരയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ഇൻഡിപെൻഡൻസ്, എന്ത് വിലയാണുള്ളത്? ഹൗ ഫ്രീ ആർ വി, ഫാമേഴ്സ് വിത്ത് നോ ലാൻഡ്, ഫിഷേഴ്സ് വിത്ത് നോ സീ, ആൻ ഇൻഡിപെൻഡൻറ്റ് നേഷൻ ഓഫ് ദ സെയിം ഓൾഡ് അപ്പർ കാസ്റ്റ് ഗവൺമെൻറ്, ലാൻഡ്സ് ഫോർ ദ വൺസ് ഹൂ വിൽ പവർ ആൻഡ് ദ വൺസ് ഹൂ ഓൺ വെൽത്ത്. ഇവിടെ ഇപ്പോൾ എന്താ മാറ്റമുള്ളത്? കൃഷിക്കാരാണ് പക്ഷേ ഭൂമിയില്ല. ഫിഷേഴ്സാണ്, അവർക്ക് അതിൻ്റേതായിട്ടുള്ള സിഒ കാര്യങ്ങളൊന്നും അവർക്ക് സ്വന്തമായിട്ടില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നേഷൻ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അപ്പോഴും അവരെന്ത് തന്നെയാണ്, സാധാരണക്കാരായ ആളുകൾ അപ്പർ കാസ്റ്റ് പീപ്പിളിൻ്റെ അണ്ടറിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് എന്ത് സ്വാതന്ത്ര്യം ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. Who are we if not broken promises inherited from our forefathers? One day for sure, but today landless, homeless and jobless. നമ്മളിപ്പോഴും എന്ത് തന്നെയാണ്, ഭൂമിയില്ല, വീടില്ല, ജോലിയില്ല, ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ദ സിറ്റി ഗ്രൂ, ദ പോർട്സ് എക്സ്പാൻഡഡ്, യെറ്റ് മദർ സീ ക്വെഞ്ച് നോട്ട് അവർ തേഴ്സ്റ്റ്. കാലഘട്ടങ്ങൾ മാറി, കോളനൈസേഴ്സ് പോയി, സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നു, അവിടുത്തെ സിറ്റുവേഷൻസ് എല്ലാം മാറി, സിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അപ്പോഴും ഇവരുടെ സിറ്റുവേഷനിൽ യാതൊരു മാറ്റവും ഇല്ല. മെനി എ ജനറേഷൻ ഓഫ് മൂപ്പൻസ് കെയിം, ദർ സ്റ്റിഫ് ഷർട്ട്സ് ആൻഡ് അയൺഡ് മുണ്ടൂസ്. ഈ പറയുന്ന ഒരുപാട് ജനറേഷൻസ് ഓഫ് മൂപ്പൻസ് അവരുടെ സ്റ്റിഫായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മൂപ്പൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് ലോക്കൽ നെയിം ഫോർ ലേബർ കോൺട്രാക്ടേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കോൺട്രാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ചുളിയാത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവിടെ വരുന്നുണ്ട്. ദ പോർട്ട് നീഡ്സ് വർക്കേഴ്സ് യെറ്റ് നോട്ട് എവരി വൺ ക്യാൻ വർക്ക്, ബ്ലഡ് ആൻഡ് സ്വെറ്റ് അഗെയിൻ. അപ്പം എന്താണ്, വീണ്ടും നമ്മുടെ സിറ്റി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ജോലിക്കാരെ ആവശ്യമുണ്ട്, പക്ഷേ എല്ലാവർക്കും ഒന്നും ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ദ സർവൈവൽ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ്, ഗെറ്റ് ദ കോയിൻ ആൻഡ് ദ വർക്കേഴ്സ് യോസ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നു, കോയിൻസ് ഇട്ട് കൊടുക്കുക. ചാപ്പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിനാണ് കേട്ടോ. കോയിൻസ് വാരിയിട്ട് വെതറിയിട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. അത് ആർക്കാണോ എടുക്കാൻ കിട്ടുന്നത്, അത് കിട്ടിയവർക്ക് ജോലിയുണ്ട്, അല്ലാത്തവർക്ക് ജോലിയില്ല. അതായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ. ദ സർവൈവൽ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ്, ഗെറ്റ് ദ കോയിൻ ആൻഡ് ദ വർക്ക് ഇസ് യുവേഴ്സ്. കോയിൻ കിട്ടിയാൽ നിങ്ങൾക്ക് വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ വർക്കില്ല. സ്ലീപ്പ് റിമെയിൻഡ് സ്ട്രേഞ്ചർ ടു ദിസ് നൈറ്റ് ആസ് അവർ മെൻ ഫൗട്ട് ഫാദേഴ്സ് ഓവർ സൺസ് ആൻഡ് ബ്രദേഴ്സ് ഓവർ ബ്രദേഴ്സ് എ കോയിൻ. ആ ഒരു കോയിന് വേണ്ടിയിട്ട് അവർ പരസ്പരം എന്താ പറയുക, യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ അവർ പരസ്പരം ഫൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ആ വീട്ടിലത്തെ അന്നത്തെ ഒരു ഭക്ഷണം, എന്തെങ്കിലും ഒരു കുറച്ച് വെള്ളം കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, ജോലി വേണം. ജോലി വേണമെങ്കിൽ ഈ ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ആ കോയിൻ തട്ടിപ്പറക്കണമായിരുന്നു. ചിലപ്പോൾ അച്ഛനും മകനും തമ്മിലായിരിക്കും യുദ്ധം ചെയ്യുന്നത്, ചിലപ്പോൾ സഹോദരന്മാർ തമ്മിലായിരിക്കും യുദ്ധത്തിന് വേണ്ടിയിട്ട് തർക്കിക്കുന്നത്. കോയിന് വേണ്ടിയിട്ട് തർക്കിക്കുന്നത്. ഗ്രാൻഡസ് എ ചാപ്പ ഓ ബനവനൻ മൂപ്പ ലെറ്റ് നോട്ട് അവർ ചിൽഡ്രൻ ഗോ ഹംഗ്രി. ഞങ്ങൾക്കൊക്കെ ഒരു ചാപ്പ തരും, ഞങ്ങൾക്കൊരു കോയിൻ തരും, ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ ഹംഗ്രി ആക്കി കിടത്താൽ അവർക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ജോലി തരും എന്ന് പറഞ്ഞിട്ട് ഇവർ കെഞ്ചേണ്ട അവസ്ഥയായിരുന്നു. എ മോണോപ്പൊളി ഓഫ് വയലൻസ് റെയിൻഡ് ദിസ് നൈറ്റ്, മെൻ ലൈക്ക് ഹംഗ്രി ഹൗൺസ് ഫൗഡ്. അപ്പോൾ ഇതൊരു മോണോപ്പൊളി ഉണ്ട്, ഒരു ഏകാധിപത്യം പോലെയാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. അവിടെ എന്താ ഫീൽ ചെയ്യുന്നതല്ല, ഏകാധിപത്യം തന്നെയാണ്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ രാത്രികളിലും എല്ലാ പകലും ഇവരവിടെ പട്ടിണി കിടക്കുക തന്നെയായിരുന്നു. ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും അപ്പോഴും ഒക്കെ ഒരേപോലെ തന്നെയാണ്. സിക്കിൾസ്, ഹാമേഴ്സ് ആൻഡ് റെഡ് ഫ്ലാഗ്സ്
were to be taken back. Our ancestors' land and the sea that wailed in the clutches of money. ഇപ്പം എന്താണ് നമ്മുടെ എന്താ പറയുക, പഴയ ആളുകളുടെ നമ്മുടെ മുന്നത്തെ തലമുറയിലുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ആ ഒരു പിടുത്തത്തിലുണ്ടായിരുന്ന സ്ഥലം ഇപ്പം എന്തായിരിക്കുകയാണ്, പണത്തിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ അടിമപ്പെട്ടു പോയിരിക്കുകയാണ്. 1, 2, 3 the shots were fired. അത് വെടിവെക്കുന്ന ആ ഒരു ശബ്ദത്തിനാണ് ഉദ്ദേശിക്കുന്നത്. ഇവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് വയലൻസ് ഉപയോഗിക്കുന്നതാണ്. ദർ ബൈറ്റിംഗ് ദ ഡസ്റ്റ് ഇൻ എ ഗ്രേവ് യാർഡ് ഓഫ് ബറീഡ് ഹോപ്സ് ലേ അവർ സൺസ് ആൻഡ് മെൻ. അവിടെ എന്ത് ചെയ്യാണ്, ഒരുപാട് ഹോപ്പുകൾ അവിടെ ബറി ചെയ്യപ്പെടുകയാണ്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ വെടിയേൽക്കുന്നുണ്ടാവും, അക്രമത്തിൽ അപകടം സംഭവിക്കുന്നുണ്ടാവും. Amma heard, Neely say, Moidu heard from our little master, engulfing our homes from the hinterland, one after another, the monster of a harbour in the dictatorship of speed traders, businessmen and landowners. അപ്പോൾ ആ ഒരു ഗ്രാമം ആ ഒരു ടൗൺ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവിടുത്തെ കച്ചവടങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, ലിബറലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ ചേരികളൊക്കെ ഇനി ഒഴിപ്പിക്കാൻ പോവുകയാണ്. ബിസിനസ്മാനും ട്രേഡേഴ്സിനൊക്കെ സുഖമായിട്ട് വരാനും പോകാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വഴിയിൽ നിന്നുള്ള നമ്മുടെ വീടുകളൊക്കെ ഒഴിപ്പിക്കാൻ പോവുകയാണ്. ബിൽഡിംഗ് എ സിറ്റി, ഒരു സിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ സ്ട്രഗിൾസ് ഓഫ് ഇയേഴ്സ് ഗോൺ ബൈ കീപ്പ് അസ് അലൈവ്, എ ഡ്രീം ഓഫ് എ ബെറ്റർ ഹോം, എ ബ്രൈറ്റർ കിച്ചൺ ആൻഡ് എ ബെറ്റർ ജോബ്സ് റിമെയിൻസ് അൺഅറ്റൻഡഡ്. നല്ലൊരു വീട് വേണം, നല്ലൊരു കിടന്നുറങ്ങാൻ സ്ഥലം വേണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹങ്ങളൊക്കെ അവിടെ ഇല്ലാണ്ടാവുകയാണ്. വൈൽ ബൈ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് ദ വേൾഡ് അറൗണ്ട് അസ് ഗ്രോസ്. ചുറ്റുമുള്ള ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ആൻഡ് പ്രൈവറ്റ് ഫണ്ടേഴ്സ്, ദ ദളിത്, ലോട്ട് ഓഫ് us, the lower caste and working class, starved out of our little patches of land, sold to men in their Monday suits who came with the tractors and cranes and at a breakneck pace shattered everything we once called home. അങ്ങനെ ആകെ ഒരു കൂര, ഒരു ചെറിയൊരു പീസ് ഭൂമി മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഭൂമി പോലും ട്രാക്ടറുകളും ക്രെയിനുകളുമായി വന്നിട്ടുള്ള അധികാരികൾ നേടിയെടുക്കുകയാണ്, ഇവരുടെ അടുത്ത് വാങ്ങിക്കുകയാണ്. ക്വീൻ ഓഫ് ദ അറേബ്യൻ സീ, ദേ കോൾഡ് ഇറ്റ്. ക്വീൻ ഓഫ് ദ അറേബ്യൻ സീ എന്ന് പറയുന്നത് കൊച്ചിനാണ്, കൊച്ചിനാണ് വിശേഷിപ്പിക്കുന്നതാണ്. ബട്ട് ക്വീൻസ് ഹാഡ് എ ട്രഡീഷൻ. പക്ഷെ അവർ പറയുകയാണ്, രാജ്ഞിമാരൊക്കെ ആണെങ്കിൽ അവർക്കും ഒരു പാരമ്പര്യമുണ്ട്, ട്രഡീഷൻ ഉണ്ട്. ക്രൈസ് ഓഫ് ദ പുവർ വിൽ ബി അൺഹേർഡ്. പക്ഷെ ശരിക്കുള്ള റാണി ആയിരുന്നെങ്കിൽ ഒരിക്കലും പാവപ്പെട്ടവരുടെ കണ്ണീര് കേൾക്കാതിരിക്കില്ല. പക്ഷെ ഇവിടെ എന്താണ്, അത് കേൾക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അമ്മ ഹേർഡ്, നീലി സേ, മൊയ്തു ഹേർഡ് ഫ്രം അവർ ലിറ്റിൽ മാസ്റ്റർ, കൊച്ചി വാസ് ഗ്രോയിങ് ബട്ട് ഇറ്റ് ഹാഡ് നോ പ്ലേസ് ഫോർ അസ്. വീണ്ടും നമ്മുടെ ലിറ്റിൽ മാസ്റ്റർ പറയുകയാണ്, കൊച്ചി വളർന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതിൽ നമുക്ക് സ്ഥാനമില്ല. ജനറേഷൻസ് ഓഫ് ഡാർക്ക് സ്കിൻഡ് അൺടച്ചബിൾ ഔട്ട്കാസ്റ്റ് ലെഫ്റ്റ് വിത്ത് നത്തിങ് മോർ ദാൻ പൊറംബോക്കിലൻസ്. ഈ സാധാരണക്കാരായ ആളുകൾക്ക്, തൊട്ടുകൂടായ്മയുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക്, കറുത്ത വർഗ്ഗക്കാർക്ക്, കറുത്ത സ്കിന്നുള്ള ആളുകൾക്ക്, അവർക്കൊക്കെ എന്ത് മാത്രമേ കിട്ടിയുള്ളൂ, കുറച്ച് പുറംപോക്ക് ഭൂമി മാത്രമേ കിട്ടിയുള്ളൂ. നോട്ട് എ വീഡ് വുഡ് ഗ്രോ, നോട്ട് ഓയിൽ ഓർ സ്വെറ്റ് വുഡ് മേക്ക് ഇറ്റ് ബ്ലൂം. ആ കൊടുത്തിരിക്കുന്ന, അതായത് അവർ താമസിച്ചിരുന്ന സ്ഥലം ഇവർ വാങ്ങിച്ചു, അധികാരികൾ വാങ്ങിച്ചു. എന്നിട്ട് ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളത് ഏതോ പുറംപോക്ക് ഭൂമിയാണ്. അതായത് യാതൊരു പുല്ല് പോലും മുളയ്ക്കാത്ത, എന്ത് കഷ്ടപ്പെട്ടിട്ടും അവിടെ ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള തരിശു ഭൂമിയാണ് ഇവർക്ക് പകരം കൊടുത്തത്. നോ പേജസ് എ ലോഡ് ബൈ ഏജ് വുഡ് റിമെമ്പർ അസ് ലെഫ്റ്റ് ടു ഫെൻഡ് ഫോർ അവർസെൽഫ്. ഒരു ഹിസ്റ്ററിയുടെ പേജിലും, ഒരു പുസ്തകത്തിലും, ഒരു സംഭവത്തിലും, ഒരു ജേണലിലും ഒന്നും എന്ത് വരില്ല, ഇവരുടെ കഥകൾ വരില്ല. ബിൽഡിങ്സ് ആൻഡ് ഹൈ റൈസസ് sprung up along the coast, apartments, companies and shopping centers on our wastelands. We stand and watch a city on the boneyard of our paddy fields and huts. ഞങ്ങൾ കൃഷി നടത്തിയിരുന്ന, ഞങ്ങൾ കുടിൽ വെച്ച് താമസിച്ച ഞങ്ങളുടെ കൂരകളുടെയൊക്കെ നെഞ്ചത്ത് ഒരു ശവക്കല്ലറ പോലെ, അല്ലെങ്കിൽ ഒരു ശവപ്പറമ്പ് പോലെ കിടക്കുകയാണ് ഇപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ. ആ ഫീൽഡും കാര്യങ്ങളൊക്കെ അവർ ഇടിച്ച് നിരത്തിയല്ലോ, അതിൻ്റെ നെഞ്ചത്താണ് ഇപ്പോൾ എന്ത് വന്നിരിക്കുന്നത്, ആ ഒരു പുതിയ സിറ്റി വളർന്നു വന്നിരിക്കുന്നത്. അവിടുത്തെ കമ്പനികളും അപ്പാർട്ട്മെൻറ്റുകളും ഷോപ്പിംഗ് സെൻറ്ററുകളൊക്കെ അതിൻ്റെ നെഞ്ചത്താണ് വന്നിരിക്കുന്നത്. They let more of us go to the swamps each day, lands for the airport, lands for the metro, corruption beloved the middle class. കെയർ നോട്ട് ഓഫ് കറപ്ഷൻ ഡു വി ബട്ട് ഓഫ് അവർ സർവൈവൽ. അങ്ങനെ എന്ത് ചെയ്യാണ്, വീണ്ടും ഇവരെ പണിക്ക് വേണ്ടി വിളിക്കണം. ഇവരെ അവിടുന്ന് സിറ്റിയിൽ നിന്നൊക്കെ മാറ്റി, എന്നാൽ അവിടുന്ന് വീണ്ടും പണിക്ക് വിളിക്കണം. മെട്രോയിലും എയർപോർട്ടിലൊക്കെ ക്ലീൻ ചെയ്യാനും അതിനെന്തിനൊക്കെ ആയിട്ട് അവരെ വിളിക്കുന്നുണ്ട്. ആ സമയം എപ്പോഴേക്കും മിഡിൽ ക്ലാസ്സിന് മനസ്സിലാവാൻ തുടങ്ങും, അതായത് കറപ്ഷനാണ്, എല്ലാ ഭാഗത്തും കറപ്ഷനാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കറപ്ഷനാണോ അല്ലെന്നൊന്നും നോക്കാനുള്ള സമയം അവർക്കില്ല. അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടണം എന്നൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. മണി ഫ്ലോഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, എല്ലാം എവിടെ നോക്കിക്കഴിഞ്ഞാലും പണം ഒഴുകുകയാണ്. ബട്ട് നൺ came to us nickels and dimes in the name of compensation. ഒന്നും നമുക്ക് കിട്ടിയില്ല. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയ എന്തെങ്കിലും സഹായം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ടു ദ ഹിൻഡർലാൻഡ് ഡയൺലി ദ സിറ്റി മെറ്റീരിയലൈസ്. അങ്ങനെ ദിനം പ്രതി എന്ത് ചെയ്യാണ്, നമ്മുടെ സിറ്റി ഇങ്ങനെ മെറ്റീരിയലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചി ആൻഡ് മട്ടാഞ്ചേരി ഹാവ് ബിക്കം ഓൾഡ് സിറ്റീസ് നൗ. ഇപ്പം എന്താണ്, ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയൊക്കെ പഴയ സിറ്റികളായിപ്പോയി, അവർക്കൊന്നും ഇപ്പോൾ വിലയില്ലാതെയായി. മാളു ഹേർഡ്, മൈനാസെ, അച്ചു ഹേർഡ് ഫ്രം അവർ ലിറ്റിൽ മാസ്റ്റർ. കൊച്ചി ആൻഡ് ഇറ്റ്സ് ബാക്ക് വാട്ടേഴ്സ് ആർ ഇൻ നീഡ് ഓഫ് അസ്.
നമ്മൾ ലിറ്റിൽ മാസ്റ്റർ പറയാണ് കൊച്ചിയും ബാക്ക് വാട്ടേഴ്സൊക്കെ നമ്മളിപ്പോൾ ആവശ്യമുണ്ട് അവർക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്ലീൻ ദെയർ മോൾസ്, വാഷ് ദെയർ കാർസ്, ഡ്രൈവ് ദെയർ ഓട്ടോസ്. അവരുടെ മോൾസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും അവരുടെ ഷിപ്പുകളിൽ സാധനം നിറയ്ക്കാനും കൂടുതൽ പൈസ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മളെ അവർക്ക് ഇനി ആവശ്യമുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ വീണ്ടും ഇവർ പോവുകയാണ്. കമ്പനീസ് ഫ്രം ഫാർ അവേ അമേരിക്ക ഹോയിസ്റ്റഡ് ദെയർ ഫ്ലാഗ്സ്, കമ്പ്യൂട്ടേഴ്സ്, മെഷീൻസ്, ക്ലോത്ത്സ് ആൻഡ് ഫുഡ് ചെയിൻസ്. അമേരിക്കയുടെ പോലത്തെ വലിയ വലിയ സ്ഥലങ്ങളുടെയൊക്കെ ദൂരത്തുള്ള സ്ഥലങ്ങളുടെയൊക്കെ കൊടികൾ അവിടെ അങ്ങനെ ഉയർന്നു കാണുന്നുണ്ട്. കമ്പ്യൂട്ടർ മെഷീൻസൊക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു സിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അവർ കഞ്ഞി ആൻഡ് കപ്പ വാസ് റീപ്ലേസ്ഡ് ബൈ പിസ്സ ആൻഡ് ബർഗേഴ്സ്. പണ്ട് കഴിച്ചിരുന്ന കഞ്ഞിയും കപ്പയൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അതിന് പകരം പിസ്സയും ബർഗറും ഒക്കെയാണ് അവിടെയുള്ളൂ. പീപ്പിൾ ഓഫ് അവർ ലിറ്റിൽ കൊച്ചി നൗ പ്രിഫേർഡ് അമേരിക്കൻ ഫുഡ്. കൊച്ചിയിലെ ആളുകൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന അമേരിക്കൻ ഫുഡ് കഴിക്കാനാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. മട്ടക്സ് ആൻഡ് സ്പേഡ്സ് വേർ റെസ്റ്റഡ്. അവരുടെ ആയുധങ്ങൾ നമ്മുടെ കലപ്പയും മഴവും കൈക്കോട്ടൊക്കെ എന്താണ് എല്ലാം ഇപ്പോൾ റെസ്റ്റിലാണ്, കാരണം കൃഷിപ്പണിയില്ല. ഫ്രം അവർ വേസ്റ്റ് ലാൻഡ്സ് വി വെൻ സോൾജേഴ്സ് ഓഫ് എ ലോസ്റ്റ് ബാറ്റിൽ ഇൻ ദെയർ കളേർഡ് യൂണിഫോംസ്. ദ ഗ്ലിസ്റ്റനിങ് പ്രൈഡ് ഓഫ് കേരള സാങ് ഔട്ട് ടു അസ്. ദ ബ്ലൂസ് ക്ലീൻഡ്, ദ ഖക്കീസ് റോഡ് ആൻഡ് ദ റെഡ്സ് വെയിറ്റഡ് ടേബിൾസ്. അപ്പോൾ എന്താണ് ആ ഒരു പരാജയപ്പെട്ടവരെ പോലെ അവർ വീണ്ടും തിരിച്ചങ്ങോട്ട് തന്നെ ചെല്ലുകയാണ്. ഓൺ ആൻഡ് ഓൺ വി വെൻ ബെയറിംഗ് ദ ബേർഡൻ ഫ്രം ഔട്ട് സ്കേർട്സ്, ഫ്രം അക്രോസ് ദ ബാക്ക് വാട്ടേഴ്സ്, ഫ്രം റഞ്ചസ് ടു ബസ് ബൈ ഫെറീസ് ആൻഡ് ഓൺ ഫുട്ട്. എല്ലാ സ്ഥലത്തെയും ആ ഒരു എന്താ പറയുക ഡേർട്ടായി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് അവർ വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എ തോർത്തു ഓൺ അവർ ഫോർ ഹെഡ്സ് എ സിറ്റി വി ബിൽഡ്. ഒരു തലയിൽ തോർത്തും കെട്ടിയിട്ട് അവർ എന്ത് ചെയ്യാണ്, ഒരു സിറ്റി തന്നെ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. റോഡ്സ്, ബ്രിഡ്ജസ് ആൻഡ് മെട്രോസ്, എ മാർവലസ് വണ്ടർ, ദ ബ്രെത്ത് ടേക്കിംഗ് ബ്യൂട്ടി വി ഹാച്ച്ഡ് ഇൻ ഹെർ ആംസ്, ദ ഓൾഡ് ആൻഡ് ദ ന്യൂ, വൺ സ്റ്റോൺ എ ഡേ, പീസ് ബൈ പീസ് വി മെഷീൻ. അങ്ങനെ ഡേ ബൈ ഡേ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ ആ ഒരു സിറ്റീനെ ബിൽഡ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഭംഗിയായിട്ട് ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. കൊച്ചി ഇസ് നോട്ട് ദ ഓൾഡ് കൊച്ചി എനിമോർ. കൊച്ചി പഴയ കൊച്ചിയല്ല എന്നാണ് പറയുന്നത്. ആൻ എംപയർ ഫോർ സോഫ്റ്റ്വെയർ കമ്പനീസ് ആൻഡ് ഇൻഫോ പാർക്സ് അസംബിൾഡ് ഓൺ അവർ വെയറി സ്പൈൻസ്. ഞങ്ങളുടെ ആ ഒരു ക്ഷീണിച്ചിട്ടുള്ള ആ ഒരു സ്പൈനുകളിൽ നിന്നാണ് എന്തൊക്കെ ഉണ്ടായിട്ടുള്ളത്, സോഫ്റ്റ്വെയർ കമ്പനികളും ഇൻഫോ പാർക്കുകളൊക്കെ പടുത്തുയർത്തിയിട്ടുള്ളത്. Malu heard, Maina say, Achu heard from our little master. Still, we have no right to the city. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ ആ ഒരു നാടിനെ പുരോഗമിപ്പിക്കാൻ സഹായിച്ചിട്ടും ഇപ്പോഴും നമുക്ക് അവിടെ ഒരു അവകാശവും ഇല്ല. നോ ഫീറ്റ് ഓഫ് ലാൻഡ് ടു കോൾ അവർ ഓൺ. നമ്മുടെ എന്ന് പറയാൻ കാല് വയ്ക്കാൻ ഒരു പിടി മണ്ണ് പോലും നമുക്കില്ല. നെയ്തർ ബോർഡ്സ് നോർ ബിൽഡിംഗ്സ് വുഡ് ക്രംബിൾ ദീസ് ഐവറി ടവേഴ്സ് വെൻ വി സീസ് ടെയിൽസ് ഓഫ് അവർ സ്റ്റഡി സിറ്റീസ് ദാറ്റ് ഗ്രൂ വൈൽ അവർ സ്ട്രീറ്റ്സ് ഷ്രാങ്ക് യെറ്റ് വി ടോയിൽഡ് ഫോർ എ സിറ്റി ദാറ്റ് വിൽ നെവർ കോൾ അസ് ഇറ്റ്സ് ഓൺ. ഒരു സിറ്റിക്ക് വേണ്ടി, ഒരിക്കലും നമ്മുടെ എന്ന് പറയാൻ പറ്റാത്ത സിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം നമ്മൾ അധ്വാനിച്ചത്. അവർ സിറ്റി ഹാസ് നോട്ട് ഫാളൻ, നോട്ട് യെറ്റ്, ഐ ക്യാരി ഇറ്റ് ലൈക്ക് മൈ മദർ ഡിഡ്. നമ്മുടെ സിറ്റി ഒരിക്കലും വീണ് പോയിട്ടില്ല, അതിനെ നമ്മൾ ക്യാരി ചെയ്തിരിക്കുന്നതാണ് ആരുപോലെ, എൻ്റെ അമ്മ ചെയ്തതുപോലെ. അതായത് കുറേ തലമുറകളായിട്ട് ഇത് തന്നെയാണ് പരിപാടി എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മൾ കഷ്ടപ്പെടുന്നു, പക്ഷേ അവർക്ക് അതിൻ്റേതായ ഒരു റിസൾട്ടും കിട്ടുന്നില്ല. ലൈക്ക് ഹർ മദർ ഡിഡ്, ദ സിറ്റി നീഡഡ് അസ് ആൻഡ് സോ ഡു വി, ബട്ട് സ്റ്റിൽ വി ഹാവ് നോ ക്ലെയിംസ് ഇൻ ഇറ്റ്. എപ്പോഴാണ് സിറ്റിക്ക് നമ്മൾ ആവശ്യം വരുന്നത് അപ്പോഴൊക്കെ നമ്മൾ ചെയ്യും, പക്ഷേ നമുക്ക് അതിൽ പറയാൻ ഒരു അവകാശവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈനിൽ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്